നമുക്ക് ദൈവവചന ചിന്തയ്ക്കായിട്ട് തിമോത്തിയോസിൽ എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരാം. തിമോത്തിയോസിൽ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം. ഈ 3-ാമത്തെ അധ്യായം നമ്മുടെ രാത്രിയുള്ള ക്ലാസ്സുകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗമാണ്. അതങ്ങനെ പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് എന്നെ ഭയപ്പെടുത്തിയതായിട്ടുള്ള ചില ചിന്തകൾ നിങ്ങളോട് ഒരുമിച്ച് പൊതുപ്രയോജനത്തിനായി പങ്കുവെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ ഭയത്തിൻ്റെ നിഴലിൽ ഞാൻ ജീവിച്ച ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഫിലിസ്ത്യര് പെട്ടകം പിടിച്ചുകൊണ്ട് പോയി അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ദാവീദും കൂട്ടരും ഒക്കെ കൂടെ പോയി അവരെ ചില ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് അത് കൊണ്ടുവരുന്ന വഴിയിൽ കാള വിരണ്ടു. അപ്പോൾ പെട്ടകം മറിയുമെന്ന് തോന്നി ഉസ്സ കയറി പിടിച്ചു. ഉസ്സ അപ്പോൾ തന്നെ മരിച്ചുപോയി. അപ്പോൾ ദാവീദിനെ കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 2 ശമൂവേലിൻ്റെ പുസ്തകത്തിലാണ്. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടുപോയി എന്ന് പറഞ്ഞതുപോലെ ഞാനും ഭയത്തിൻ്റെ ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ന് നിങ്ങളോട് ആദ്യമായിട്ട് ആമുഖമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ 3-ാമത്തെ അധ്യായം ഇത് കൂടുതലും അതിനകത്ത് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വന്ന് മനുഷ്യർക്ക്, അവിടെ മനുഷ്യരെന്ന് പറഞ്ഞിരിക്കുന്നത് സഭയിലെ വിശ്വാസികളെ കുറിച്ചാണ്, സഭയിൽ സംഭവിക്കാവുന്നതായിട്ട് ഒരു കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ഈ 21-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ആ വാക്യത്തിന് ഏറ്റവും, ആ വേദഭാഗത്തിന് ഏറ്റവും അതിനോട് ആ വാക്യത്തോട് നീതി പുലർത്തുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക എന്ന് പറഞ്ഞതിന് ശേഷം ചില പാപങ്ങളുടെ ലിസ്റ്റ്, ആ പാപങ്ങളുടെ ലിസ്റ്റ് പൂർണ്ണമല്ല, അങ്ങനെ എല്ലാ പാപങ്ങളും എല്ലായിടത്തും പൂർണ്ണമായിട്ട് എഴുതുന്ന ഒരു രീതിയല്ല, മുതലായവ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള പാപങ്ങൾ എന്നുള്ള നിലയിലാണ്. അതിനുശേഷം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്? ഭക്തിയുടെ വേഷവും അതിൻ്റെ ശക്തിയും. ഭക്തിയുടെ ശക്തി എന്താണ് ഭക്തിയുടെ ശക്തി? അവർക്ക് ഭക്തിയുടെ ശക്തി ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഭക്തിയുടെ ശക്തി ഇല്ലായ്മ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വെളിപ്പെട്ടത്? അവരുടെ പാപ സ്വഭാവങ്ങളിലൂടെയാണ്. അവർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും, അല്ലേ? അങ്ങനെ ഒരു ലിസ്റ്റുണ്ട്. അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭക്തിയുടെ ശക്തി ഉണ്ടെങ്കിൽ ഇതൊന്നും അവിടെ ഉണ്ടാകുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്തിക്ക് ശക്തിയുള്ള ഒരു ഭക്തിയും ശക്തിയില്ലാത്ത കേവലം ഉടുപ്പ് മാത്രമുള്ള അല്ലെങ്കിൽ വേഷം മാത്രമുള്ളതായിട്ടുള്ളൊരു ഭക്തിയും, അങ്ങനെ 2 ഭക്തിയുണ്ട്. നമുക്ക് ഒരു മനുഷ്യനെ കണ്ടാൽ നന്നായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, നല്ല വേഷമാണ് എന്ന് പറയാൻ പറ്റും, അല്ലേ? എന്നാൽ ആ മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവമോ കാഴ്ചപ്പാടുകളോ ലക്ഷ്യങ്ങളോ
രീതികളോ ഒന്നും നമുക്കൊരാളുടെ വേഷവിധാനത്തെ വെച്ചുകൊണ്ട് പറയാനായിട്ട് കഴിയുകയില്ല. അല്പമൊക്കെ നമ്മുടെ സ്വഭാവം നമ്മുടെ വേഷത്തിലും പ്രതിഫലിക്കും എന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ വേഷം കണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭക്തിക്കും യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തിയും അതുപോലെ തന്നെ ഭക്തിയുടെ ഒരു വേഷവുമുണ്ട്. ഭക്തിയുടെ വേഷം മാത്രമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പാപ സ്വഭാവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാൽ ഭക്തിയുടെ ശക്തി ഉള്ളവർക്ക് അത് ഉണ്ടാകുകയില്ല എന്നാണ് നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം എന്നെ ഭയപ്പെടുത്തിയതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് തുടർന്ന് ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞു വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് അവരെക്കുറിച്ച് പറഞ്ഞു വരുന്നത്? അവരെക്കുറിച്ച് പറഞ്ഞു വരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ 6-ാമത്തെ വാക്യം മുതൽ താഴേക്ക് പറയുന്നുണ്ട്. അവര് വീടുകളിൽ നൂണ് കിടക്കും. ഒരു വീട്ടിൽ നൂണ് കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? ഇങ്ങനെയുള്ള ആളുകൾ പ്രാഥമികമായിട്ടും ഈ ആളുകൾ സഭ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ആളുകളും അതിൽ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതായത് പ്രവർത്തകർ, ശുശ്രൂഷകന്മാർ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ. അവര് വീടുകളിൽ നൂണ് കിടക്കും. ആരെങ്കിലും എന്തെങ്കിലും നൂണ് കിടന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കാതെ, നമ്മളുടെ ശ്രദ്ധയെ ക്ഷണിക്കാതെ വിദഗ്ധമായി നമ്മളെ പറ്റിച്ച് അകത്ത് കിടക്കുന്ന ആളുകളെ കുറിച്ചാണ് നൂണ് കിടക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവര് നമ്മളറിയാതെ ഇങ്ങനെയുള്ള ഭക്തിയുടെ വേഷം മാത്രമുള്ള ആളുകൾ നൂണ് കിടക്കും, വീടുകളിൽ നൂണ് കിടക്കും. അതിനുശേഷം ആ വാക്യത്തിന്റെ അവസാനം പറയുന്നത് അവര് സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അപ്പോൾ വീടുകളിൽ നൂണ് കിടന്ന് അവിടെയുള്ള ആളുകളെ സ്വാധീനമാക്കുന്ന ഭക്തിയുടെ വേഷം മാത്രമുള്ള, അതിൻ്റെ ശക്തിയില്ലാത്ത, എന്ന് വെച്ചാൽ പാപത്തിൽ ജീവിക്കുന്ന, പാപത്തിൻ്റെ മേൽ വിജയമില്ലാത്തതായിട്ടുള്ള കുറെ ആളുകൾ സഭകളിൽ അന്ത്യകാലഘട്ടത്തിൽ ഉണ്ടാകും. അത് വലിയ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഏത് വീടുകളിലാണ് അവർ നൂണ് കിടക്കുന്നത് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാ വീടുകളിലും ഒന്നും നൂണ് കിടക്കുകയില്ല. എവിടെയാ നൂണ് കിടക്കുന്നത്? ആ വാക്യത്തിൽ തന്നെയുണ്ട്, പാപങ്ങളെ ചുമന്നുകൊണ്ട്. അപ്പോൾ ഈ വേഷം മാത്രമുള്ള ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ഈ പാപങ്ങളെല്ലാം ചെയ്യുന്ന ആളുകളാണ്. അവര് ഏത് വീടുകളിലേക്കാണ് പോകുന്നത്? പാപങ്ങളെ ചുമന്നുകൊണ്ട്. അതായത് പാപങ്ങളെ ചുമക്കുന്നത് എപ്പോഴാ ഒരാൾ പാപത്തെ ചുമക്കുന്നത്? ഒരാൾക്കൊരു തെറ്റ് പറ്റിയാൽ ഏറ്റുപറഞ്ഞ് അത് ക്ഷമ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പാപത്തെ ചുമക്കുന്നതായിട്ടുള്ള അവസ്ഥയില്ല, അല്ലേ? പാപത്തെ ചുമക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുകയും അതിനെക്കുറിച്ച് മാനസാന്തരപ്പെടാതിരിക്കുകയും അതുപോലെ തന്നെ അതിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ഓരോ ദിവസവും കഴിയുന്തോറും അവരുടെ ജീവിതത്തിലെ ഈ പാപം കൂടി വരും. അതുകൊണ്ടാണ് ഈ പാപം അവർ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അതായത് മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്ത, ക്ഷമ ചോദിക്കാനും ക്ഷമ പറയാനും, മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും സന്നിധിയിൽ ക്ഷമ പ്രാപിക്കാൻ മനസ്സില്ലാത്ത, മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്ത ആളുകളാണ് പാപത്തെ ചുമന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് അവരെ കുറിച്ച് പറയുന്നത് നാനാ മോഹങ്ങൾക്കും അധീനരായി. അവർ പാപത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നത് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ നാനാവിധമായ മോഹങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന മോഹം എന്നവിടെ പറയുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ തുനിയുന്നില്ല. എല്ലാവിധവുമുള്ള മോഹം ആണ് അവരെ നിയന്ത്രിക്കുന്നത്. അതിനെക്കുറിച്ച് പത്രോസ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നുവെന്നാണ്. അപ്പോൾ ലോകത്തിൽ മോഹം വന്നാൽ എന്താ? ലോകത്തിൽ മോഹത്താലുള്ള നാശം. അതൊരു ആത്മീയ ജീവിതത്തിന്റെ ഒരവസാനമാണ്, അല്ലെങ്കിൽ ഒരു നാശമാണ് ഈ മോഹം എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ പാപത്തെ ചുമന്ന്
നാനാ മോഹങ്ങൾക്കും അധീനരായിട്ട്, പിന്നെ അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും പഠിച്ചിട്ടും. അപ്പോൾ അവര് പഠനത്തിന് ഈ പറഞ്ഞ ആളുകൾക്കൊന്നും കുറവില്ല. ഈ മോഹത്താൽ ജീവിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഈ പാപങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ജീവിക്കുന്ന ആളുകൾക്കും അവർക്ക് എന്തിനാ പഠനത്തിൽ യാതൊരു വക കുറവുമില്ല. എല്ലാ ദിവസവും അവര് ദൈവവചനം വായിക്കും, പഠിക്കും, അല്ലെ, ക്ലാസ്സുകൾ കേൾക്കും. അതുമാത്രവുമല്ല, വേണമെങ്കിൽ അവര് പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എപ്പോഴും പഠിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. പിന്നെ വീണ്ടും അവർ പഠിക്കുന്നുവെങ്കിലും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ ഇങ്ങനെ പാപത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾ വീടുകളിൽ നൂണുകിടന്ന് ഈ പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്താൻ കഴിയാത്ത ആളുകളെ സ്വാധീനിക്കുന്നതായിട്ടുള്ള ആളുകളാണ് അവര് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പാപത്തിന്റെ അല്ലെങ്കിൽ ഭക്തിയുടെ ശക്തിയില്ലാതെ വേഷം മാത്രമുള്ള ആളുകളുടെ പ്രത്യേകതകളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവര് വീടുകളിൽ നൂണ് കിടക്കുകയും കുറെ ആളുകളെ സ്വാധീനമാക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ സ്വാധീനത്തിൽ പെടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ എന്തുണ്ടായിരിക്കണം? പാപത്തെ ചുമക്കുന്നവരാകാനായിട്ട് പാടില്ല, പാപത്തിന്റെ അടിമകളായിട്ട് ജീവിക്കാനായിട്ട് പാടില്ല, പാപത്തിൽ ജീവിക്കുന്നവരാകാൻ പാടില്ല. കാരണം പാപത്തിൽ ജീവിച്ചാൽ അത് ചെന്നെത്തുന്നത് വലിയ ഒരു അപകടകരമായ അവസ്ഥയിലാണ് എന്ന് നമുക്കറിയാം. മാത്രമല്ല, ദൈവവചനം പഠിക്കണം, അല്ലെ, നമ്മൾ അതിന് പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടുന്നതായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ, സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനം പഠിക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുക. എന്താണ് ഒരു ദൈവഹിതം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ജഡത്തിലായിരിക്കുമ്പോൾ ദൈവേഷ്ടം എന്ത് എന്നുള്ളത് കൃത്യമായി ഓരോ സമയത്തും മനസ്സിലാക്കി അതിനനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ നമുക്ക് കൂട്ടാളികളായിട്ട് ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ സഹോദരവർഗത്തെ അതിനനുസരിച്ച് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര പഠിച്ചിട്ടും നമുക്ക് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഒരാൾ എത്ര പഠിക്കുന്നു, ഒരാൾക്ക് എത്ര അറിവുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ഒരാൾ സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുന്നത്. ഇന്നലെ ഒരാളുടെ ചില വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത് സെമിനാരികളും ബൈബിൾ കോളേജുകളുമാണ്. അവിടെ സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുന്ന നിലയിലല്ല അവിടുത്തെ പഠിപ്പീര് എന്ന് പറയുന്നത്, അവിടുത്തെ പഠനം എന്ന് പറയുന്നത്. അത് ലോകത്തിലെ മറ്റേതൊരു തൊഴിലും എന്നുള്ളത് പോലെ ഒരു സുവിശേഷ തൊഴിൽ എടുക്കുന്നതിന് വേണ്ടി ആളുകളെ തയ്യാറാക്കുന്നതായൊരു സംവിധാനമാണ് എന്നൊരാള് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ പക്ഷെ ഇന്നത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ സഭാപ്രവർത്തനങ്ങൾക്കും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജിലെ ഒരു ഡിഗ്രിയാണ് എന്നുള്ളത് ഒരു വലിയ വിരോധാഭാസമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നാം ഒത്തിരി വചനം പഠിക്കുന്നവരാണ്. ഒരു പക്ഷേ മറ്റനേക സഭകളെ വെച്ച് നോക്കിയാൽ എനിക്കറിയാവുന്ന സഭകളിൽ വെച്ചിട്ട് നമ്മെപ്പോലെ വചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വേറൊരു സഭയുമില്ല. ഇല്ലായിരിക്കാം, ലോകത്തുണ്ടായിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾക്ക് അതിനുള്ളൊരു സാധ്യത ഇവിടെ നാം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പഠിച്ചിട്ടും എല്ലാ ദിവസവും പഠിച്ചിട്ടും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നാം എത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് പഠിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മാത്രവുമല്ല, അതുകൊണ്ട് വലിയ ദോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവരെക്കുറിച്ച് വീണ്ടും പറയുന്നത്, ഈ ഭക്തിയുടെ വേഷം മാത്രമുള്ള ആളുകളെ കുറിച്ച് വീണ്ടും പറയുന്നത് 8-ാമത്തെ വാക്യത്തിൽ അവര് ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് സത്യത്തോടും, 8-ാമത്തെ വാക്യത്തില് എന്നേസും എംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. അപ്പോൾ ഇവര് ഈ ഭക്തിയുടെ വേഷം മാത്രമുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ സത്യത്തോട് എതിർത്ത് നിൽക്കും. ഈ സത്യത്തോട് എതിർത്ത് നിൽക്കുന്ന ആളുകൾ എവിടെയാ ഉള്ളത്? സഭയിലാണ്. അവർക്ക് സത്യത്തോട് കൂറല്ല, അനുസരണമല്ല, മറിച്ച് അവർ സത്യത്തോട് അവരെപ്പോഴും എതിർത്ത് നിന്നുകൊണ്ട് ഇരിക്കും. പിന്നെ വീണ്ടും അവരെ കുറിച്ച് പറയുന്നത്, അവര്
വിശ്വാസം സംബന്ധിച്ച് സത്യത്തോട് എതിർത്ത് നിൽക്കുന്നു ദുർബുദ്ധികളാണ്. ദുർബുദ്ധി, നമുക്കറിയാം, നല്ല ബുദ്ധിയുണ്ട്, ദോഷമായിട്ടുള്ള ബുദ്ധിയുണ്ട്. ഈ ദുഷ്ടത ചെയ്യുന്ന ആളുകളും വഞ്ചിക്കുന്ന ആളുകളും ഒക്കെ എങ്ങനെയാ, അവരുടെ ദുർബുദ്ധിയെ എടുത്തിട്ടാണ് അവർ പ്രയോഗിക്കുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നേരെ ചിന്തിക്കുന്നതിനെ സൽബുദ്ധി എന്നും, എന്നാൽ മോശം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ അതിനെ ദുർബുദ്ധി എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ബുദ്ധിയല്ല, ദോഷമായിട്ടുള്ള ഒരു ബുദ്ധി ആണ് അവരെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് കാണാം. വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമത്രേ. അപ്പോൾ അവര് വിശ്വാസികളാണ്, അല്ലേ? വിശ്വാസികളാണ്. പക്ഷെ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് അവര് വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരാണ്. അപ്പം വിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ തന്നെ വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ്. 1-ാം നൂറ്റാണ്ടിൽ അതുണ്ട് എങ്കിൽ ഇപ്പോഴും അത് ധാരാളം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പം തിമോത്തിയോസിന് തന്നെ എഴുതിയ ലേഖനത്തില് ഇതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നത്. നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ. അപ്പോൾ വ്യാജമായിട്ടുള്ള വിശ്വാസം ഉള്ളിടത്താണല്ലോ നിർവ്യാജമായ വിശ്വാസത്തെക്കുറിച്ചുള്ള ഓർമ്മയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നത്. തിമോത്തിയോസിന്റെ ജീവിതത്തിൽ നിർവ്യാജമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രത്യേകത കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 7:38 പറഞ്ഞത്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് എന്തുണ്ടാവും എന്ന് പറഞ്ഞേ? ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഒഴുകും എന്ന് പറഞ്ഞാൽ സാധ്യതയുണ്ട് എന്നല്ല, അങ്ങനെ ഒന്നുമല്ല. മറിച്ച് ആ നദികൾ അങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കും. അത് അവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ നിന്നും എന്തിൻ്റെ നദികളാണ് ഒഴുകുന്ന? ആത്മാവിൻ്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായ ആത്മഫലങ്ങളുടെ അല്ലെങ്കിൽ ഫലത്തിന്റെ നദികളാണ് അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ഭാഗം. അത് നിർവ്യാജ വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ക്രിസ്തീയ വിശ്വാസം നമ്മളിൽ രൂപാന്തരവും നന്മയും ഉളവാക്കുന്നില്ല. മറ്റുള്ളവരിലേക്ക് ജീവൻ പകരപ്പെടാനായിട്ടുള്ള യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ വിശ്വാസം ഒരു പക്ഷേ വ്യാജമായിട്ടുള്ളൊരു വിശ്വാസമോ അല്ല എങ്കിൽ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവർ. വിശ്വാസമുണ്ടെന്ന് പറയുന്നു, പക്ഷെ ആ വിശ്വാസം സംബന്ധിച്ച് യാതൊരു ഗുണവുമില്ലാത്ത ആളുകളായിട്ട് അവരെ കുറിച്ച് പറയുവാൻ കഴിയും. പിന്നെ വീണ്ടും 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവര് ദുർബുദ്ധികളാണെന്ന് പറഞ്ഞു. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ബുദ്ധിയെക്കുറിച്ച്, അവരുടെ ബുദ്ധികേട് വെളിപ്പെട്ടു വരും എന്നാണ് പറയുന്നത്. ബുദ്ധികേട് വെളിപ്പെട്ടു വരുന്ന ഒരു സമയമുണ്ട്. പിന്നെ വീണ്ടും 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരെ കുറിച്ച് പറയുന്നത് അവര് ദുഷ്ടമനുഷ്യരെന്നാണ്. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അപ്പോൾ ഇങ്ങനെ ഭക്തിയുടെ വേഷം മാത്രമുണ്ട്, അതിന്റെ ശക്തിയില്ല. എന്ന് വെച്ചാൽ പാപത്തിന്മേലുള്ള വിജയമില്ല, പാപത്തെക്കുറിച്ചുള്ള മാനസാന്തരമില്ല, പാപത്തെക്കുറിച്ച് വെറുപ്പില്ല. എന്ന് വെച്ചാൽ ദൈവത്തോടുള്ളവരുടെ സ്നേഹവും യാഥാർത്ഥ്യമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നവര് ദുഷ്ടമനുഷ്യരാണ്. ദുഷ്ടമനുഷ്യർ ആരാണ്? ദുഷ്ടത പ്രവർത്തിക്കുന്നവരാണ്. ആരാണ് ദുഷ്ടത പ്രവർത്തിക്കുന്നവര്? അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. ദുഷ്ടത നിറഞ്ഞ ആളുകളുടെ ഹൃദയത്തിൽ ദൈവാത്മാവിന് വസിക്കുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് തർക്കിക്കാനൊന്നും പറയുകയില്ലല്ലോ. ഇവരാരും രക്ഷിക്കപ്പെട്ടവരല്ലെന്നോ ഒന്നുമല്ല പറയുന്നത്, ഇവരാരും വിശ്വസിച്ചവരല്ലെന്നും അല്ല പറയുന്നത്, മറിച്ച് അവർ വിശ്വാസ സംബന്ധമായിട്ട് കൊള്ളരുതാത്തവരാണ് എന്നാണ് പറയുന്നത്. അവരൊക്കെ വിശ്വസിച്ചവരാണ്,
അവരൊക്കെ സ്നാനപ്പെട്ടവരാണ്, ഇതൊക്കെയാണ്. പക്ഷേ അവര് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നതായുള്ള അവസ്ഥ, അവർ വിശ്വസിച്ചതായുള്ള വിശ്വാസത്തിന്റെ ശക്തി അവർക്കില്ല, മറിച്ച് അതിൻ്റെ ഒരു വേഷം മാത്രമേ ഉള്ളൂ. അതായത് കാമ്പില്ല, പുറന്തോടെ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ. നമുക്കറിയാം, മുട്ടയൊക്കെ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഉള്ളിലൊന്നുമില്ലാതെ മേശപ്പുറത്തൊക്കെ വെക്കാനായിട്ട് നമുക്ക് കടകളിൽ മുട്ടയും പഴവും അല്ലെ, വിവിധ മുന്തിരി, ഏത്തപ്പഴം, അതിൻ്റെയൊക്കെ സാദൃശ്യങ്ങൾ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതൊക്കെ എന്തെങ്കിലും കളിമണ്ണോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ഒക്കെ മനോഹരമായിട്ട് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് കണ്ടാൽ അതിൻ്റെ ഒറിജിനലിനോട് വളരെയേറെ സാമ്യം അതിനുണ്ട്. മേശപ്പുറത്തിരിക്കും, നമുക്ക് ചെന്ന് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നെടുത്ത് കഴിക്കാനായിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ എന്താണ്, അതിന് ഭാരമില്ല അല്ലെ, പൊളിക്കാൻ നോക്കിയാൽ പൊളിക്കാൻ പറ്റില്ല. അതിന് തോട് മാത്രമേ ഉള്ളൂ, വേഷം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ അതിന് യാതൊന്നുമില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ ആണ് ഇങ്ങനെയുള്ള ആളുകൾക്ക്. അവര് ദുഷ്ട മനുഷ്യരാണ്. പിന്നെ രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്ന വാക്ക് മായാവികൾ എന്നാണ്. മായാവി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ മനസ്സിലേക്ക് വരിക? മായാവി, ഇങ്ങനെ ഒരു കഥാപാത്രമുണ്ട് ഒരു പിള്ളേരുടെ പുസ്തകത്തിൽ അല്ലേ. മായാവികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പോസ്റ്റേഴ്സ്, അതിൻ്റെ ഈ ഇംഗ്ലീഷും ഭാഷയൊക്കെ ഞാൻ എടുത്ത് നോക്കി, ഈ ആൾമാറാട്ടം നടത്തുന്ന ആളുകൾ എന്നാണ് അതിനർത്ഥം. ഇമ്പോസ്റ്റേഴ്സ്, ആൾമാറാട്ടം നടത്തുക. അതായത് അവര് ആരായിട്ടാ ഈ വീടുകളിൽ നൂണ് കിടക്കുന്നതെന്നറിയാമോ? അവർ നല്ല ഭക്തരായിട്ട്, അവർക്ക് ഭക്തിയുടെ നല്ല വേഷമുണ്ട്. അവര് ഭക്തിയുടെ വേഷം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപക്ഷെ അവർക്ക് വെള്ളയും ആയിരിക്കും ഡ്രസ്സില്. അതല്ല എങ്കിൽ ഇനിയിപ്പം വെള്ളയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാഷ്വൽ ഡ്രസ്സായിരിക്കും. അവര് കയറി വരുമ്പം സ്തോത്രം പറയും അല്ലേ, ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒത്തിരി ഭാരമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും അല്ലേ, അങ്ങനെയൊക്കെ പറയും. പിന്നെ വന്നിരുന്ന് അത്യാവശ്യം ആത്മീയ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കും. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും പേടിക്കണ്ട, എല്ലാം ദൈവം ശരിയാക്കുമെന്ന് പറയും. പോകാൻ നേരത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒക്കെ അവരങ്ങ് പോവും. എല്ലാ ആത്മീയമായിട്ട് നമ്മൾ എങ്ങനെയാ അവങ്ങനെയുള്ള ഒരാളെ കുറിച്ച്, അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നു വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തേച്ച് പോകുമ്പോൾ നമുക്ക് എന്താ, നല്ല ഒരു സഹോദരൻ അല്ലെങ്കിൽ നല്ല ഒരു സഹോദരി എന്ന് നമ്മൾ പറയും. പക്ഷേ എല്ലായ്പ്പോഴുമല്ല, പലപ്പോഴും അതൊരാൾമാറാട്ടമാണ്. ആൾമാറാട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളാണെന്ന് ധരിപ്പിക്കത്തക്ക വിധത്തിൽ വേറൊരാൾ വരിക അല്ലേ. ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതി മാർക്ക് മേടിക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ ധാരാളം പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആളല്ലാതെ മറ്റൊരാളാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവരെ കുറിച്ച് പറയുന്നത് അവര് ദുഷ്ട മനുഷ്യരാണ്. പിന്നെ അവര് നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവര് ആൾമാറാട്ടം നടത്തും. അവരവരുടെ ശരിയായിട്ടുള്ള ഐഡന്റിറ്റി അല്ലെങ്കിൽ പ്രകൃതം അവർ നമ്മളെ കാണിക്കുകയില്ല. അവർ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന വളരെ മനോഹരമായ, താഴ്മയുള്ള, സൗമ്യതയുള്ള, നമ്മെക്കുറിച്ച് നല്ലത് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യർ എന്നുള്ള നിലയിലാണ് അവർ വരുന്നത്. ശരി, വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരേ സമയത്ത് രണ്ടവസ്ഥയിലാണുള്ളത്. അവര് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അവര് ആ വഞ്ചിക്കപ്പെട്ട ആളുകൾ അതേ വഞ്ചന കൊണ്ട് അവരെ ചുറ്റുമുള്ള ആളുകളെ വഞ്ചിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ വഞ്ചിക്കപ്പെട്ടും വഞ്ചന എന്ന് പറയുന്നത് എന്താണ്? ആ സാഹചര്യങ്ങളെ നമുക്കൊന്ന് ചിന്തിക്കാം. രക്ഷിക്കപ്പെട്ടു, സഭായോഗങ്ങൾക്കൊക്കെ വരുന്നുണ്ട്, എല്ലാ ആത്മീയ ശീലങ്ങളും ഉണ്ട്, സഭായോഗങ്ങൾക്കൊക്കെ വളരെ കൃത്യമാണ്, ബൈബിൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ക്യാമ്പുകൾക്കൊക്കെ പോകുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദ്രവ്യാഗ്രഹം, സ്വസ്നേഹം എന്ന് വെച്ചാൽ സ്വാർത്ഥത, നിഗളം, ദൂഷണം അല്ലേ, ഇവിടെ കുറെ ലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരെങ്ങനെയാ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാവോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ മതി, പിന്നെ നിങ്ങളുടെ കാര്യം 100% ഉറപ്പ്, ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ എല്ലാ ശിക്ഷയിൽ നിന്നും നിങ്ങൾ വിടുതൽ പ്രാപിച്ചു, നിങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോയാൽ കർത്താവ് വരുമ്പോൾ നിങ്ങൾ രൂപാന്തരപ്പെട്ട് കർത്താവിനോടൊപ്പം പോകും. അതല്ലെങ്കിൽ നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് ചേരും എന്നാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അവര് പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് ഈ പാപത്തിലെല്ലാം അവർ ജീവിക്കും. അതിനുശേഷം യാതൊരു പ്രശ്നവുമില്ലാതെ
അവരെ മുമ്പോട്ട് പോകും. പാപത്തെക്കുറിച്ചുള്ള ഒരു കുറ്റബോധത്തിന്റെയും ആവശ്യമില്ല, പാപത്തോടുള്ള വെറുപ്പ് ആവശ്യമില്ല, മാനസാന്തരം ആവശ്യമില്ല. അവരെ യാതൊരു വക ജീവിതത്തില് രൂപാന്തരം വരുത്തുന്നതായിട്ടുള്ള യാതൊരു പരിപാടിയും അവരുടെ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് അവരെ പഠിപ്പിച്ചു. അങ്ങനെ അവർ വഞ്ചിക്കപ്പെട്ടു. ഇപ്പൊ അവർ ബാക്കിയുള്ളവരെയും അങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അവർ പറയും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആരെ കൊണ്ട് പറ്റും, നിങ്ങൾ ഇങ്ങനെയാണോ ജീവിക്കുന്നത്? ഇതൊക്കെയാണ് അവരുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവര് അനേകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഈ പാപത്തെ ചുമന്നുകൊണ്ട് മോഹങ്ങൾക്ക് അധീനരായി ജീവിക്കുന്നതായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരെന്താ പറയുക? അവരവരുടെ മോഹങ്ങൾക്ക് വളം വെച്ചു കൊടുക്കും, അവരുടെ ആഗ്രഹങ്ങൾക്ക് വളം വെച്ചു കൊടുക്കും. പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് അവർക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? അവർ ഓൾറെഡി അതിനകത്താണ്. അപ്പൊ അതുകൊണ്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും, അതായത് പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്ന് ദൈവമക്കളിൽ ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷകളൊന്നും അവർ പറയില്ല. മറിച്ച് അവർ പറയും എല്ലാ മോഹങ്ങളും ആ ഭവനത്തിലുള്ള ആളുകളിലെ ഹൃദയങ്ങളിലേക്ക് അവർ കൊടുക്കും. അവർക്ക് ഇനി ഒരുപക്ഷെ അവർ ചിന്തിക്കാത്തതായിട്ടുള്ള പുതിയ മോഹങ്ങൾ അതുപോലും അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അവരെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവര് പാപത്തെക്കുറിച്ച് പറയില്ല, കാരണം അതിനുള്ള യോഗ്യത അവരുടെ ഉള്ളിലില്ല. അത് മാത്രവുമല്ല, ഒരു വീട്ടിൽ വന്നിട്ട് സഹോദര സഹോദരി നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞേച്ച് പോയാളുടെ അവസ്ഥ എങ്ങനെയാ? ചിലപ്പോൾ അടുത്ത ഞായറാഴ്ച സഭായോഗത്തിന് വരില്ല, അല്ലേ? പിന്നെ നമ്മുടെ ഇടയിൽ അതില്ല എങ്കിലും മറ്റ് സഭകളിലൊക്കെ ശുശ്രൂഷകന്മാര് ഭവനങ്ങളിലൊക്കെ ചെന്ന് ഒക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ ഒരു കൈമടക്ക് കൊടുക്കും, ഇല്ലേ? അപ്പം നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു പോയാൽ ഈ ഒരു കൈമടക്കും ഇല്ലാതെ അവര് തിരിച്ചു പോകേണ്ടി വരും. അവർ പോകുന്നതിന്റെ ലക്ഷ്യം തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളായിരിക്കാം പലപ്പോഴും. അപ്പോൾ ആരും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും ഒന്നും ആരോടും പറയുകയില്ല. വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും ജീവിക്കുന്ന അവസ്ഥ. സ്വാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങളുമായിട്ട് മാത്രം 24 മണിക്കൂറും അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന സമയത്തെല്ലാം ജീവിക്കുന്നു. എന്നിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയുന്നു, ഒന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടു. പിന്നെ ആ വാക്യത്തിൽ അടുത്ത് പറഞ്ഞിരിക്കുന്നത് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അപ്പോൾ ഇവരെക്കുറിച്ച് പറയുന്നത് എന്താ? അവര് മാനസാന്തരപ്പെടുമെന്നാണോ? അല്ല, അവരെക്കുറിച്ച് അങ്ങനെ ഒരു പ്രതീക്ഷ പോലും. എന്താണ് എന്നെ ഇത് ഭയപ്പെടുത്തിയതെന്നുള്ളതിന്റെ ആ അവസ്ഥയിലേക്കാണ്, ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അവര് മാനസാന്തരപ്പെടുമെന്നല്ല. അവരെക്കുറിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നില്ല, അവരെ പഠിപ്പിക്കണം എന്ന് പറയുന്നില്ല, അവരെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുന്നില്ല. ഇങ്ങനെയൊന്നും അവിടെ ഉപദേശമില്ല. അവര് മേൽക്കുമേൽ ദോഷത്തിൽ നിന്ന് മുതിർന്നു വരും. ഇത് അന്ത്യകാലഘട്ടത്ത് സഭകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള, സഭകളിൽ വ്യാപകമാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ചുറ്റും നോക്കിയാൽ അത് അക്ഷരം പ്രതി ഒരു യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ ഇവിടുത്തെ ഉപദേശം എന്താ? അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. നിങ്ങൾ അവരുടെ തന്നെ തുടർന്ന് അവരെ പഠിപ്പിച്ച്, അവരെ ശാസിച്ച്, അവരെ മാനസാന്തരപ്പെടുത്തി, അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ ശ്രമിക്കണമെന്നുള്ള ഒരു ഉപദേശമല്ല ഈ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവര് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ നടന്നാൽ നിങ്ങളുടെ ജീവിതവും കൂടെ അത് നശിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവരെ വിട്ട് ഒഴിഞ്ഞ് മാറിക്കൊള്ളുവിൻ എന്നുള്ളതാണ് ഇവിടെ ദൈവാത്മാവിന്റെ ആലോചന എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പം അവിടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നേ? അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അതെങ്ങനെയാ അങ്ങനെ ഒരു ഇത്? അനീതി ചെയ്യുന്നവൻ മാനസാന്തരപ്പെട്ട് നീതി ചെയ്യട്ടെ എന്നല്ലേ യഥാർത്ഥത്തിൽ അവിടെ വേണ്ടത്? ആണോ? അതല്ലേ ബൈബിളിലെ ഉപദേശങ്ങൾക്ക് നിരക്കുന്നതായിട്ടുള്ളൊരു കാര്യം ആണ്. പക്ഷെ എന്നാൽ അവിടെ പറയുന്നത് അങ്ങനെയല്ലല്ലോ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കാകുന്നവൻ ഇനിയും അഴുക്കാകട്ടെ. എന്തുകൊണ്ട് കാരണം എന്നറിയാവോ? ഈ നേരത്തെ പറഞ്ഞതാ കാര്യം.
ഇവർക്കെല്ലാം ഭക്തിയുടെ വേഷത്തിൽ സംതൃപ്തരായിട്ട് ജീവിക്കുന്ന ഒരു തലമുറയാണിത്. അത് മാത്രമേ ഇന്ന് സഭാ ശുശ്രൂഷകന്മാര് ആവശ്യപ്പെടുന്നുള്ളൂ, സമൂഹം അതേ ആവശ്യപ്പെടുന്നുള്ളൂ, കുടുംബങ്ങൾ അതേ ആവശ്യപ്പെടുന്നുള്ളൂ, മാതാപിതാക്കന്മാർ അതേ ആവശ്യപ്പെടുന്നുള്ളൂ, മക്കൾ അതേ ആഗ്രഹിക്കുന്നുള്ളൂ. അത് അവർക്കുണ്ട്. എന്താണുള്ളത്? വെളിവിളി അല്ലെങ്കിൽ പുകവലി നിർത്തി കാണും, മദ്യപാനം നിർത്തി കാണും, പിന്നെ സിനിമ പണ്ടായിരുന്നു, ഇപ്പൊ അതും കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ 1, 2, 3 കാര്യങ്ങളങ്ങ് ഒഴിവാക്കിയാൽ പിന്നെ എങ്ങനെയും ജീവിക്കാം എന്നുള്ളതായ ഒരു ചിന്താഗതിയിലാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകം മുഴുവൻ ഇരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരവരുടെ ദോഷത്തിൽ മുതിർന്ന് ആ ദോഷം വർദ്ധിച്ച് അവരുടെ ജീവിതത്തിൽ വരുമെന്നുള്ളതല്ലാതെ അതിൽ നിന്നൊരു മാനസാന്തരം അവിടെ നടക്കുമെന്ന് പറയുന്നത് പോലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അവരുടെ മാനസാന്തരത്തെ കുറിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല, ശക്തമായി അവരെ ശാസിക്കുക. അല്ലെ, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവർക്ക് എഴുതിയത്. എന്നാൽ തിമോത്തിയോസിന് ഈ ലേഖനം എഴുതുമ്പോൾ തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടമാണ്. അടുത്ത അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എന്റെ നിര്യാണ കാലവും അടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. എന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ആ ദുഷ്ട മനുഷ്യര്, ആ ആൾമാറാട്ടക്കാർ, ആ മായാവികള്, അവര് ദോഷത്തിൽ മുതിർന്നേ വരൂ. പ്രിയമുള്ളവരെ, എന്നെ ഞെട്ടിച്ചതായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? ഈ മേൽപ്പറഞ്ഞതായിട്ടുള്ള പാപ സ്വഭാവങ്ങളിൽ നമ്മളിൽ എല്ലാവരിലും ഒരളവോളമുണ്ട്. പാപത്തിന്റെ മേൽ വിജയമില്ലാതെ പാപത്തിന് അടിമകളായിട്ടാണ്, മാനസാന്തരമില്ലാത്തവരായിട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ മുമ്പിൽ നമ്മുടെ അവസ്ഥയായി ദൈവവചനം വെച്ചിരിക്കുന്നതായുള്ള കാര്യം നാം തിരിച്ചു വരുമെന്നല്ല, നാം വീണ്ടും നമ്മുടെ ദുഷ്ടതയിൽ മുതിർന്നു വന്ന് നാം എന്തൊക്കെ ചെയ്യുന്നുവോ അത് നാം കൂടുതൽ ചെയ്തുകൊണ്ട് ദൈവനിഷേധമായിട്ടുള്ള ജീവിതം ഈ ലോകത്തിൽ ജീവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ്. നമുക്ക് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ നമുക്ക് ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തില് ഒരിക്കൽ 6:4 മുതൽ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ഘോഷിക്കുന്നവരും അവനെ ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ആത്മീയമായിട്ടുള്ള നന്മകളൊക്കെ അനുഭവിച്ച് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി സത്യത്തിന്റെ മാർഗത്തിലേക്ക് വന്നിട്ട് ഒരാൾ പിന്മാറിപ്പോയാൽ, ഈ പിന്മാറ്റം എന്ന് പറയുന്നത് അത് സഭായോഗത്തിന് വരാതിരുന്നുള്ളൊരു പിന്മാറ്റമുണ്ട്, അല്ലെ? ആ ഒരു കൂട്ടവുമായിട്ടുള്ള എന്നേക്കുമായിട്ടുള്ള ഒരു വേർപാടെന്ന നിലയിൽ ഒരു പിന്മാറ്റമുണ്ട്. അത് മാത്രവുമല്ല, പിന്മാറാൻ മറ്റൊരു കാര്യമുണ്ട്. വരും അവരുടെ ശാരീരികമായിട്ടുള്ള സന്നിധി അല്ലെങ്കിൽ സാന്നിധ്യം സഭകളിൽ ഉണ്ടാവും. പക്ഷെ അവരുടെ ഹൃദയവും അവരുടെ ആത്മാവും ആ ശരീരവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. അവർ മീറ്റിംഗ് 10 മണിക്കാണെങ്കിൽ 10 മണിക്ക് കയറി വരും, മീറ്റിംഗ് 1 മണി വരെ ആണെങ്കിൽ 1 മണിയാകുമ്പോൾ അവർ സ്ഥലം വിടും. അങ്ങനെ കേവലം ഒരു സാമൂഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സഭയെ കാണുന്നതായിട്ടുള്ള ആളുകളൊക്കെ ഒരു പരിധിവരെ അത്തരം ഗ്രൂപ്പിൽ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. അവർക്ക് മാനസാന്തരപ്പെടാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറ്റൊരാൾക്ക് അവരെ മാനസാന്തരത്തിലേക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം എന്താ? അവരിതെല്ലാം അനുഭവിച്ചു. അവരനുഭവിച്ചതിനപ്പുറം ഇനി എന്താണ് അവരെ പഠിപ്പിക്കുവാനായിട്ടുള്ള? അവരെ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് അവർ സ്വർഗീയദാനം ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും അവർ ആസ്വദിച്ചു. അവർക്കിനി ഒന്നും കാണിച്ചു കൊടുത്തിട്ട്, സഹോദര, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മാധുര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇനി കാണിച്ചു കൊടുക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ മനുഷ്യരാൽ അസാധ്യം. എന്നാൽ ദൈവസന്നിധിയിലേക്ക് തകർച്ചയോടെ മാനസാന്തരത്തോടെ കടന്നു പോകുന്ന ആരെയും പിതാവ് കൈവിടില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആശ്വാസം എന്ന് പറയുന്നത്. വീണ്ടും അത് 7-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ 7-8 വാക്യങ്ങൾ പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികൾ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാൽ അത് കൊള്ളരുതാത്തവരും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളക അത്രേ അതിന്റെ അവസാനം. ചുട്ടുകളക അത്രേ അതിന്റെ അവസാനം.
പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. കുറെ കാലങ്ങളായിട്ട് ഞാൻ പലപ്പോഴും പലരോടും ചോദിച്ചുകൊണ്ടിരുന്നൊരു ചോദ്യമുണ്ട്. ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിന്റെ തലയോളം വളരുവാനായിട്ട് നിയമിക്കപ്പെട്ട, ഇന്ന് നമ്മൾ ജോസഫറും പറഞ്ഞു, വിശുദ്ധരും നിഷ്കളങ്കരും. കൊലോസ്യ ലേഖനത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ മറ്റൊരു വാക്കുകൂടിയുണ്ട്, കുറ്റമില്ലാത്തവരും ആയി വെളിപ്പെടേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവം സ്വന്തമാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ മക്കൾ അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർ 10, 20, 30, 40, 50 വർഷമാകുമ്പോൾ അവരൊക്കെ കൂടുതൽ കൂടുതൽ വഷളന്മാരും ദുഷ്ടന്മാരുമായി പോവുകയും ഈ ചെറിയ ചെറിയ ശിശുക്കൾ വിജയിക്കുന്ന പാപത്തിൽ പോലും വിജയം ലഭിക്കാൻ കഴിയാതെ അവര് മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതാണ്: അവർ മാനസാന്തരപ്പെടാൻ കൂട്ടാക്കാതെ ഭക്തിയുടെ വേഷവും ധരിച്ച് അവര് ദോഷത്തിൽ അധികം മുതിർന്നു വരികയാണോ? 40 വയസ്സിലുള്ള ദോഷമല്ല 50 വയസ്സിൽ, 50 വയസ്സിലുള്ള ദോഷമല്ല 60 വയസ്സിൽ, 60 വയസ്സിലെ ദോഷമല്ല 70 വയസ്സിൽ, ദോഷത്തിൽ മുതിർന്നു വരുന്നതായിട്ടുള്ള അവസ്ഥയാണോ? അതിന്റെ അവസാനം ചുട്ടുകളയത്രേ അതിന്റെ അവസാനം. അവരെക്കുറിച്ച് ഒരു പ്രതീക്ഷയും സഭകൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല, ദൈവമക്കൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. പ്രാർത്ഥിക്കാം എന്ന് പറയാൻ ദൈവം ഒരാളെയും ബലമായിട്ട് മാനസാന്തരപ്പെടുത്തുന്ന ഒരു പരിപാടി, ഒരു ദൈവിക പരിപാടി ബൈബിളിലില്ല. മനുഷ്യന് ദൈവത്തിന്റെ സന്ദേശം വചനം കൊടുക്കും. അവൻ തന്നെ താഴ്ത്തി തന്റെ അതികൃത്യത്തെ കുറിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ ചെല്ലുമ്പോൾ പിതാവ് ആ ദൂർത്തപുത്രനെ പോയി സ്വീകരിച്ചതുപോലെ എല്ലാ നിലയിലും സ്വീകരിക്കും. എന്നാൽ എനിക്ക് ഈ വേഷം മാത്രം മതി, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരെ കാണിക്കാൻ എനിക്കൊരു വേഷം മാത്രം മതി, എന്റെ സൗകര്യത്തിനനുസരിച്ച് എന്റെ മോഹങ്ങൾക്കനുസരിച്ച് പാപത്തിന്റെ അടിമകളായിട്ട് ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച്, അങ്ങനെ ഒരു കൂട്ടത്തെ കുറിച്ച് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് 1-ാം നൂറ്റാണ്ടിൽ എഴുതിയത്. അന്ത്യകാലഘട്ടത്തിൽ ഇന്ന് നമുക്കും ഉള്ളതായിട്ടുള്ള സന്ദേശം അതാണ്: അങ്ങനെയുള്ളവരെ വിട്ടൊഴിഞ്ഞു പോകുന്നുള്ളൂ എന്നുള്ളതല്ലാതെ യാതൊരു പ്രതീക്ഷയും അവിടെയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം എന്താണ്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ സഭകൾക്കുള്ള ദൂതിൽ ലവോദിക്യ സഭയിൽ നാം പല പ്രാവശ്യം ജോസഫിനൊക്കെ പറയാറുള്ളതായിട്ടുള്ള ഒരു വേദഭാഗമാണ്. ലവോദിക്യ, ഈ 7 സഭകൾ എന്ന് പറയുന്നത് സഭാചരിത്രത്തിലെ 7 കാലഘട്ടങ്ങളെ കുറിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ധാരാളം സെമിനാരികളുണ്ട്, സ്കൂളുകളുണ്ട്, ധാരാളം ആളുകളുമുണ്ട്. അല്ലാതെ ആക്ഷരികമായ 7 സഭകളായിരുന്നു, അത് 7 സഭകളെ കുറിച്ചാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ ഇത് രണ്ടും ഒരേ സമയത്ത് ശരിയാണ്. വെളിപ്പാട് പുസ്തകത്തിലാണല്ലോ, വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ പറയുമ്പോൾ അതിനൊരു ഭാവി കാഴ്ചപ്പാടും കൂടെ അതിനുണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ ലവോദിക്യ സഭയെ സംബന്ധിച്ച് അവരെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? ലവോദിക്യ സഭയിലെ ആളുകൾ പറയുന്നത്, ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. എന്ന് വെച്ചാൽ എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം ഉണ്ട്, ഇനി ഞാൻ നന്നാവാനായിട്ട് ഒന്നുമില്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള വഴി, ഇതിൽ ഞാൻ തൃപ്തനാണ്, ഇതിൽ ദൈവവും തൃപ്തരായിക്കൊള്ളണം, ഇതിൽ സഹവിശ്വാസികളും തൃപ്തരായിക്കൊള്ളണം എന്നാണ് അവര് ആവശ്യപ്പെടുന്നത്. എന്നാൽ അവരോട് കർത്താവ് പറയുന്നത്, നീ നിർഭാഗ്യവാൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. അതായത് ഒന്നും പ്രശംസിക്കുവാനായിട്ടില്ലാത്ത, ഏറ്റവും സമ്പന്നനാണ്, ഏറ്റവും ശ്രേഷ്ഠതയേറിയ അവസ്ഥയിലാണ് എന്ന് പറയുന്നവരോട് ദൈവം പറയുന്നത്, നീ സീറോയാണ്, വട്ടപ്പൂജ്യമാണ്. അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? നീ ഒരു സമ്പൂർണ്ണ പരാജയമാണ്, ഞാനൊരു സമ്പൂർണ്ണ വിജയമാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ അടുത്ത് കർത്താവ് പറയുന്നത്, നീ ഒരു സമ്പൂർണ്ണ പരാജയമാണ്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ പ്രകൃതിയിൽ സന്തുഷ്ടരായി ഈ പാപത്തെ ചുമന്നും മാനസാന്തരമില്ലാതെയും രൂപാന്തരമില്ലാതെയും ഭക്തിയുടെ വേഷം മാത്രം ധരിച്ച് ജീവിക്കുന്നവരാണോ? ഇന്ന് ഒത്തിരി സഭകളിലും ഒത്തിരി ആളുകളും, അല്ല, ഞാൻ ധൈര്യമായിട്ട് പറയുന്നു, ഭൂരിപക്ഷം ആളുകളും ഇന്ന് ആ ഒരു നിലയിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. നമ്മളൊക്കെ സുവിശേഷം കേട്ടപ്പോൾ നമുക്കൊരു മോഹമുണ്ടായിരുന്നു. എന്താണ്?
നമ്മളോട് സുവിശേഷം പറഞ്ഞവർ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് പറഞ്ഞേ? നിങ്ങൾ ഇന്ന് മരിച്ചാല് എവിടെ പോകുന്നു ചോദിച്ചു, ഇല്ലേ? അപ്പൊ നമ്മളെന്ത് പറഞ്ഞു? അറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പോയാൽ നരകത്തിലേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ പോകാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്തിനാ നമ്മളന്ന് ഏറ്റു പറഞ്ഞത്? നരകത്തിൽ പോകാതിരിക്കാനും സ്വർഗത്തിൽ പോകാനും ആണോ? ആണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ന്യായവിധി ദിവസത്തിൽ ഇപ്പോഴൊന്നും നമുക്കറിയില്ല. കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചവരും ഭൂതങ്ങളെ പുറത്താക്കിയവരും വീര്യപ്രവൃത്തികൾ ചെയ്തവർക്ക് പോലും രക്ഷയില്ലാത്ത ഒരു ന്യായവിധിയുടെ വാളിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ ഞെട്ടും. പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെടാനായിട്ടുള്ള അവസരം ധാരാളമുണ്ട്. ഇന്ന് നമ്മളിലുള്ളതായിട്ടുള്ള ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് പറയാമോ? നമ്മൾ ഒത്തിരി പഠിച്ചു. ആ പഠിത്തവും പഠിക്കാനായിട്ട് ധാരാളം അവസരങ്ങളും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ ഭവനത്തിലുമുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ദൈവത്തിന്റെ അരുളപ്പാടിന് വേണ്ടി, അങ്ങനെ പ്രവാചകന്മാരുടെയോ ഉപദേഷ്ടാക്കന്മാരുടെയോ വാക്കിന് വേണ്ടി ആ ആഗ്രഹത്തോടെ പോയി സഭായോഗത്തിനിരുന്ന് ചെവിയിൽ കുറിപ്പിച്ച് കണ്ണും തുറന്നിരുന്ന് ദൈവവചനം കേട്ടതായിട്ടുള്ള 1-ാം നൂറ്റാണ്ടിലെ ആളുകളുടെ മനോഭാവമല്ലെന്ന്. ഇതൊക്കെ റിലേ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരുന്ന് ഉറങ്ങിയാലും ഒന്നും ഒരു കുഴപ്പവുമില്ല, ഇനി കേൾക്കണമെങ്കിൽ പിന്നെ കേൾക്കാമല്ലോ, അതല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ എത്ര നല്ല മെസ്സേജുകൾ നമുക്ക് കേൾക്കാനുണ്ട്, യൂട്യൂബിൽ കിട്ടും, പിന്നെ എന്തിനാണ് ഈ സന്ദേശങ്ങളൊക്കെ? അത് മാത്രവുമല്ല, മിക്കവാറും എല്ലാ ആളുകൾക്കും അത്യാവശ്യം പ്രസംഗചാതുര്യം ഉണ്ടെങ്കിൽ ആരേക്കാൾ മെച്ചമായിട്ട് സംസാരിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള അറിവുകൾ എല്ലാവരുടെയും തലച്ചോറിൽ ഓൾറെഡി സ്റ്റോർഡുമാണ്. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി, അല്ലേ? അതാണ് ഇന്നത്തെ അവസ്ഥ. അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള അവസ്ഥ. നമ്മുടെ തലയിൽ സ്റ്റോർ ചെയ്തിട്ട് ഹൃദയത്തിലേക്ക് പോകാതെ നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ആ അറിവ്, നമ്മളെ ചെറുപ്പിച്ചതായിട്ടുള്ള അറിവാണ് നമ്മളുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ അറിവിനെ അനുസരണമാക്കി മാറ്റി വിശ്വാസത്തിന്റെ അനുസരണത്തിലേക്ക് വന്ന് ദുഷ്ടതയിൽ അവരധികം വർദ്ധിച്ചു വരുന്നു എന്നുള്ള നിലയിലല്ല, മറിച്ച് അവരുടെ വിശുദ്ധിയിൽ, അല്ലെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. അപ്പൊ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അതുപോലെ വിശുദ്ധരാകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും നമ്മളെ വിശ്വസ്തരാക്കുന്നതിനും മാനസാന്തരത്തിനും വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അത് മനസ്സിലാക്കി നമുക്ക് സമയം കഴിഞ്ഞു പോയി, ക്ഷമിക്കണം, നമുക്ക് മാനസാന്തരപ്പെടാം. നമുക്ക് ക്രിസ്ത്യൻ ജീവിതം സന്തോഷത്തോടെ ജീവിക്കേണ്ട ജീവിതമല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തോടെ ജീവിക്കേണ്ട ജീവിതമാണ്. ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങൾ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ സന്തോഷിപ്പിൻ എന്നാണ്. എന്നാൽ പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു വാക്യമുണ്ട്. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ, മുഖപക്ഷം കൂടാതെ ഓരോരുത്തിന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. പാപത്തെ സംബന്ധിച്ച് നമുക്ക് ഭയമുണ്ടായിരിക്കണം. അനുസരണക്കേടിനെ കുറിച്ച് നമുക്ക് ഭയമുണ്ടായിരിക്കണം. നാം ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. ദൈവം സ്നേഹവാനാണ്. പാപമൊന്നും ദൈവത്തിനൊരു വിഷയവുമല്ല. ഞാൻ അത്യാവശ്യം ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരല്പം പങ്കെടുത്തൊക്കെ അങ്ങ് പോയാൽ മതി എന്നാണ് നാം നമ്മെ തന്നെ ചിന്തിപ്പിച്ചിരിക്കുന്നത്. നാം അങ്ങനെയെങ്കിൽ നാം വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ജീവിതമാണ് നാം മുമ്പോട്ട് കഴിക്കുന്നതെങ്കിൽ നാം മറ്റുള്ളവരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവം വരുന്ന ദിവസങ്ങളിൽ വലിയൊരു മാനസാന്തരത്തിലേക്കും ഹൃദയനൃത്തത്തിലേക്കും പോയി കർത്താവിന് പ്രിയമുള്ള മക്കളായി രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ പ്രതിഷ്ഠയെങ്കിൽ അവന്റെ നല്ലവരും വിശ്വസ്തനുമായുള്ള ദാസൻ എന്നുള്ള വിളി കേൾക്കുവാൻ നമുക്ക് ഇടവരുത്തിന്റെ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.